പെബിൾസ് മലയാളം. സുഹൃത്തും അയൽക്കാരനും. ഒരു ദിവസം യേശു തന്റെ ശിഷ്യന്മാർക്ക് വചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് ദൈവത്തെ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുമോ? യേശു പറഞ്ഞു, തീർച്ചയായും, ഞാനൊരു ഉദാഹരണത്തോടെ വിശദീകരിക്കാം. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ വിശന്നു വലഞ്ഞ ഒരാൾ രാത്രിയിൽ അയാളുടെ സുഹൃത്തിന്റെ വീട്ടിൽ ചെന്നു. എന്നിട്ട് സുഹൃത്തിനോട് അല്പം ഭക്ഷണം ചോദിച്ചു. എന്നാൽ സുഹൃത്ത് ഭക്ഷണം കഴിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ അത് നിരസിച്ചു. അതിനുശേഷം അയാൾ അയൽക്കാരന്റെ അടുത്ത് ചെന്ന് ഭക്ഷണം ചോദിച്ചു. തന്നെ ഉറക്കത്തിൽ നിന്നും ശല്യപ്പെടുത്തിയതിനാൽ അയൽക്കാരൻ അസ്വസ്ഥനായി. അതുകൊണ്ട് തന്നെ സഹായം നിരസിച്ചു. പക്ഷേ ആ മനുഷ്യൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അവസാനം അയൽക്കാരൻ കുറച്ച് ഭക്ഷണം കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഓർമ്മിക്കണം, ദൈവത്തിന് അയൽക്കാരനെയാണ് ഇഷ്ടം. അവൻ നിങ്ങളെ ശ്രദ്ധിക്കാൻ സമയമെടുക്കും, പക്ഷെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. അവസാനം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് തരും. ദൈവം സഹായം ചോദിച്ചു വരുന്ന ഒരാളെയും തിരിച്ചയക്കാറില്ല. നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കണം. അവനോട് ചോദിക്കാൻ ഭയപ്പെടരുത്. യേശുവും രണ്ട് സഹോദരിമാരും. ഒരിക്കൽ യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹം ബെത്തനി എന്ന ഗ്രാമം സന്ദർശിക്കുവാൻ തീരുമാനിച്ചു. യേശുവിന് ആ ഗ്രാമത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. രണ്ട് സഹോദരിമാരായിരുന്ന മാർത്തയും മേരിയും യേശുവിനെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. യേശു സമ്മതിച്ചു. യേശു അവരുടെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ മാർത്തയ്ക്ക് ആകാംക്ഷയായി. അവൾക്ക് എല്ലായിടവും വൃത്തിയായും വെടിപ്പോടെയും വേണമായിരുന്നു. അതുകൊണ്ട് രാവിലെ മുതൽ അവൾ വീട് വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. അവൾ ഭക്ഷണവും പാകം ചെയ്തു. പക്ഷേ മേരി ഒന്നും ചെയ്തില്ല. യേശു തന്റെ കുറച്ച് ശിഷ്യന്മാരോടൊപ്പം അവരുടെ വീട്ടിലെത്തി. മാർത്തയും മേരിയും അവരെ സ്വീകരിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോയി. മേരി യേശുവിനടുത്തിരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി. യേശു അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി. മേരി മതപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി. മാർത്ത അവളുടെ ജോലി തുടർന്നു. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ ചിന്തിച്ചു, ഞാൻ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്, പക്ഷെ മേരി എന്നെ ഒരു ജോലിയിലും സഹായിക്കുന്നില്ല. അവൾ യേശുവിനടുത്ത് വെറുതെ ഇരിക്കുകയാണ്. മാർത്തയ്ക്ക് ദേഷ്യം വന്നു. അവൾ യേശുവിനടുത്ത് ചെന്ന് പറഞ്ഞു, ദൈവമേ, ഞാൻ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ എന്റെ സഹോദരി അങ്ങയുടെ കാൽക്കൽ വെറുതെ ഇരിക്കുകയാണ്. അത് എനിക്ക് ശരിയായി തോന്നുന്നില്ല. യേശു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ കരുതുന്നു മേരി ഒരു ബുദ്ധിശാലിയായ പെൺകുട്ടിയാണെന്ന്. എന്നേക്കാൾ പ്രാധാന്യം നീ നിന്റെ ജോലിക്കാണ് കൊടുക്കുന്നത് എന്ന് നീ മനസ്സിലാക്കുന്നില്ല. എന്റെ അടുത്ത് സമയം ചെലവഴിക്കുന്നതിന് പകരം നീ നിന്റെ ജോലിയിൽ മുഴുകി. ഈ കാര്യങ്ങൾ എനിക്ക് പ്രശ്നമല്ല. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. മാർത്ത ജോലിയിൽ മുഴുകിയപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടതെന്ന് അവൾക്ക് മനസ്സിലായി. പെബിൾസ് മലയാളം.